ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഒരു ഷോർട്ട് വീഡിയോ കേട്ടോ, വിഷുവിൻ്റെ ഷോർട്ട് വീഡിയോ ആണ്. നൈറ്റായിട്ട് ഞങ്ങൾ കുറച്ച് മോൾക്ക് വേണ്ടിയിട്ട് കുറച്ച് പൂത്തിരിയും കാര്യങ്ങളും മാത്രം. പക്ഷേ അവൾക്ക് പൂത്തിരിയും കത്തിക്കാൻ കുറച്ച് പേടിയാണ് കേട്ടോ. ഇപ്പോഴത്തെ പൂത്തിരി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ചിലതൊക്കെ പൊട്ടിത്തെറിക്കുന്നുണ്ട് കേട്ടോ. പൂത്തിരി തന്നെ ജസ്റ്റ് ഒന്ന് കത്തിച്ചപ്പോൾ തന്നെ പൊട്ടിത്തെറിച്ചിട്ട്, അപ്പോൾ അവർക്കും പേടിയുണ്ട്. ഞങ്ങൾ പൈപ്പിൻ്റെ കുറച്ച് നീളമുള്ള പൈപ്പിലൊക്കെ കുത്തി വെച്ചിട്ടാണ് കുട്ടികൾക്കൊക്കെ കൊടുത്തത് കേട്ടോ. വേറെ ഒന്നും പൊട്ടിത്തെറിച്ചിട്ടില്ല, ജസ്റ്റ് ഒരു പൂത്തിരി മാത്രം പൊട്ടിത്തെറിച്ചിട്ടുള്ളൂ. അത് പിന്നെ ഞങ്ങൾ യൂസ് ചെയ്തില്ല, കളയുക ചെയ്തത്. ഞങ്ങൾ വടക്കൊക്കെ വാങ്ങിയത് രാമനാട്ടുകരയിലുള്ള ചാണക്യ ഫയർ വർക്ക് അവിടെ നിന്നാണ് കേട്ടോ. അവിടെ റേറ്റ് കുറച്ച് കുറവുണ്ട്. ഞങ്ങളിവിടെയൊക്കെ വാങ്ങുന്നതിനേക്കാളും റേറ്റ് കുറവുണ്ട്. ഇവിടെ 100-120 രൂപയ്ക്ക് കിട്ടുന്ന സാധനം അവിടെ ഒരു 70 രൂപയ്ക്കൊക്കെ നമുക്ക് കിട്ടും. ഒരു പാക്കറ്റിൽ ഒരു 30 രൂപ 40 രൂപയൊക്കെ നമുക്ക് കുറവ് കിട്ടുന്നുണ്ടെന്നാണ് തോന്നിയത് കേട്ടോ. കറക്റ്റ് നമുക്കറിയില്ല. ഞങ്ങളിവിടുന്ന് ചില്ലറ അങ്ങനെയാണ് വാങ്ങാറ്. ആദ്യമായിട്ടാണ് ഇങ്ങനെ കുറച്ച് ലോങ്ങിലൊക്കെ പോയി വാങ്ങുന്നത് കേട്ടോ. രാമനാട്ടിൽ ഞങ്ങൾക്ക് അങ്ങനെ ഓവർ ലോങ് ഒന്നുമല്ല, ഇവിടുന്ന് കുറച്ച് അങ്ങോട്ട് പോകാനുള്ളൂ കേട്ടോ. അപ്പോൾ അവിടുന്ന് വാങ്ങിയ ആൾക്കാരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ, എങ്ങനെയുണ്ട്, റേറ്റൊക്കെ എങ്ങനെയുണ്ട്, അതുപോലെ തന്നെ പടക്കം എങ്ങനെയുണ്ട് എന്നുള്ള. ജസ്റ്റ് ഈ ഒരു പൂത്തിരിക്ക് മാത്രമാണ് എനിക്കൊരു ഇത് തോന്നിയത് കേട്ടോ. ഒരു പേപ്പർ കൊണ്ട് ചുറ്റിയിട്ടുള്ളൊരു പൂത്തിരി ഉണ്ടല്ലോ, അതിന് മാത്രമാണ് എനിക്ക് ആ ഒരു പൊട്ടിത്തെറിച്ചത്. കത്തിച്ചപ്പം തന്നെ പൊട്ടിത്തെറിച്ചു. അതിൻ്റെ അടിയിൽ മണ്ണെന്തോ ആയതുകൊണ്ട് തന്നെ കൈക്കൊന്നും പറ്റിയിട്ടില്ലായിരുന്നു കേട്ടോ. അതുപോലെ ബാക്കിയുള്ള പടക്കങ്ങളൊക്കെ ഓക്കെയാണ് കേട്ടോ. അത്യാവശ്യം നല്ല രസമല്ല തന്നെ, മുകളിൽ പോയി പൊട്ടുന്നതൊക്കെ ആണെങ്കിലൊക്കെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളത് ഓവറായിട്ട് വാങ്ങിയിട്ടില്ല, അത് കുറച്ചേ വാങ്ങിയിട്ടുള്ളൂ. മുകളിൽ പോയി പൊട്ടുന്നത് ഒരു 3 എണ്ണമൊക്കെ വാങ്ങിയിട്ടുള്ളൂ കേട്ടോ. നിങ്ങളുടെയൊക്കെ വിഷു എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാവരും അടിച്ചു പൊളിച്ചോ? എന്താതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഡെയിലി വീഡിയോസ് ഇടണമെന്നൊക്കെ ഉണ്ട്, പക്ഷേ വീട്ടിലെ വർക്കും പുറമെ പോയി വർക്ക് ചെയ്യുന്നതുകൊണ്ട് അതും എല്ലാം കൂടി ആയിട്ട് വീഡിയോസ് ഇടാനൊന്നും കഴിയാറില്ല. എഡിറ്റ് ചെയ്യാനും വീഡിയോസൊക്കെ എടുത്ത് വയ്ക്കാറുണ്ട്, പക്ഷേ എഡിറ്റ് ചെയ്യാനോ അപ്ലോഡ് ചെയ്യാനൊന്നുള്ള ടൈം കിട്ടാറില്ല. അപ്പോൾ ടൈം കിട്ടുമ്പോഴൊക്കെ പുതിയ വീഡിയോസായിട്ട് കാണാം. ടാറ്റാ ബൈ.